ഞെട്ടിച്ച എപ്സ്റ്റീൻ ഫയൽ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. മനുഷ്യവംശത്തെ തന്നെ മാറ്റിമറിക്കാൻ എപ്സ്റ്റീൻ പദ്ധതിയിട്ട സൂപ്പർ റേസ് പ്ലാനിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ് ശാസ്ത്രലോകവും ഭരണകൂടങ്ങളും. തന്റെ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് മനുഷ്യവംശത്തെ തന്നെ പുനർനിർമ്മിക്കാൻ എപ്സ്റ്റീൻ പദ്ധതിയിട്ടിരുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂ മെക്സിക്കോയിലെ തന്റെ സ്വകാര്യ തോട്ടത്തിൽ ഒരു ബേബി ഫാക്ടറി നിർമ്മിക്കാനും തന്റെ ബീജം ഉപയോഗിച്ച് ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുമായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ന്യൂ മെക്സിക്കോയിലെ 33,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സോറോ റാഞ്ച് തന്റെ വംശവർദ്ധനവിനുള്ള താവളമാക്കാൻ എപ്സ്റ്റീൻ തീരുമാനിച്ചിരുന്നു. ഒരേ സമയം 20ഓളം സ്ത്രീകളെ ഇവിടെ പാർപ്പിച്ച് അവരെ ഗർഭിണികളാക്കാനായിരുന്നു പദ്ധതി. ബേബി റേഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന ഈ രഹസ്യ പദ്ധതിയെ കുറിച്ച് 2001നും 2006നും ഇടയിലുള്ള തന്റെ സ്വകാര്യ സംഭാഷണങ്ങളിൽ എപ്സ്റ്റീൻ പലവട്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാസയുമായി ബന്ധമുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ ഈ പദ്ധതിയുടെ ഗൗരവത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമായി നടപ്പിലാക്കിയതിന് ഔദ്യോഗികമായ തെളിവുകൾ ഇന്നും ലഭ്യമല്ല. തന്റെ ഈ വിചിത്രമായ ലക്ഷ്യങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയുണ്ടാക്കാൻ എപ്സ്റ്റീൻ കോടിക്കണക്കിന് ഡോളറുകളാണ് ചെലവഴിച്ചത്. സ്റ്റീഫൻ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ ശാസ്ത്രജ്ഞരെ ഇയാൾ തന്റെ സ്വാധീന വലയത്തിലാക്കി. ഹാർവാർഡ് സർവകലാശാല പോലുള്ള ലോക പ്രശസ്ത സ്ഥാപനങ്ങൾക്ക് വൻതുകകൾ സംഭാവന നൽകിയതിലൂടെ ശാസ്ത്രലോകത്തെ ഉന്നതർക്കിടയിൽ ഇയാൾ ഇടം പിടിച്ചു. എപ്സ്റ്റീന്റെ ക്രിമിനൽ പശ്ചാത്തലത്തേക്കാൾ പലരും മുൻഗണന നൽകിയത് അയാൾ നൽകുന്ന പണത്തിനായിരുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്റെ സ്വാധീനം ഉപയോഗിച്ച് മനുഷ്യബുദ്ധി ശക്തിയെ കൃത്രിമമായി പരിഷ്കരിക്കാനുള്ള ഗവേഷണങ്ങളെ ഇയാൾ പ്രോത്സാഹിപ്പിച്ചു. സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ട്രാൻസ് ഹ്യൂമനിസം എന്ന ആശയത്തിനായിരുന്നു എപ്സ്റ്റീന്റെ താല്പര്യം. എന്നാൽ പ്രായോഗികമായി ഇയാൾ പിന്തുടർന്നത് പണ്ട് നാസികൾ ഉപയോഗിച്ചിരുന്ന വംശശുദ്ധി സിദ്ധാന്തമായ യൂജനിക്സ് സമാനമായ വഴികളായിരുന്നു. ദരിദ്ര രാജ്യങ്ങളിലെ ജനസംഖ്യ വർദ്ധിക്കുന്നത് തന്റെ പദ്ധതികൾക്ക് തടസ്സമാകുമെന്ന് വിശ്വസിച്ച ഇയാൾ അവിടങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ പോലും എതിർത്തിരുന്നു. ഐക്യു അടിസ്ഥാനമാക്കിയുള്ള പ്രത്യുൽപാദനവും ജനിതകമായ വംശശുദ്ധിയും ഉറപ്പാക്കാൻ എപ്സ്റ്റീൻ ആഗ്രഹിച്ചു. അമരത്വം തേടിയുള്ള ഇയാളുടെ യാത്രയിൽ തന്റെ ശരീരം ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള ക്രിയോണിക് പദ്ധതിയും ഉൾപ്പെട്ടിരുന്നു. മരണശേഷവും തന്റെ തലയും ജനനേന്ദ്രിയവും ശീതീകരിച്ച് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച എപ്സ്റ്റീൻ പ്രകൃതി നിയമങ്ങളെ പോലും പണം കൊണ്ട് വെല്ലുവിളിക്കാമെന്ന് കരുതി. പണവും അധികാരവും അന്ധമായ ലക്ഷ്യങ്ങളും ചേരുമ്പോൾ ഒരു മനുഷ്യൻ എത്രത്തോളം അപകടകാരിയാകുമെന്ന് എപ്സ്റ്റീന്റെ ജീവിതം തെളിയിക്കുന്നു. 2019 അയാൾ മരിച്ചുവെങ്കിലും ഇന്നും പുറത്തുവരുന്ന ഈ രഹസ്യങ്ങൾ ലോകത്തെ ഭയപ്പെടുത്തുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.